പ്രിയപ്പെട്ട മക്കളെ, നമ്മളിപ്പോൾ ഒരു റാലിക്ക് റെഡിയായി നിൽക്കുകയാണല്ലോ. ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന പാതകളായിരിക്കണം നമ്മുടെ ലഹരി. കളിയിലൂടെയും പാട്ടിലൂടെയും പുസ്തക വായനയിലൂടെയും നമുക്ക് അതിമനോഹരമായ മറ്റൊരു ലഹരിയുടെ ലോകത്ത് എത്താം. മോളെ, നീ വന്നോ? ഞാൻ വന്നു. എന്തൊക്കെയാ മോളെ സ്കൂളിലെ വിശേഷം? അതെ, സ്കൂളിൽ നിന്ന് ടൂറ് പോവണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോവണ്ട്. എനിക്കും പോവാൻ ആഗ്രഹമുണ്ട്. ടൂറോ? വീട്ടിലത്തെ അവസ്ഥ മോൾക്ക് അറിയില്ലേ? ചാച്ചന് സുഖമില്ലാതെ ഇരിക്കുകയല്ലേ. 2 മാസമായി വീടിന്റെ വാടക തന്നെ കൊടുത്തിട്ട്. Auxin is the group of hormone produced by the plant cells. Okay, different types of hormones are seen in the different types of hormones. സോയ, നീ എന്താ ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോ ആലോചിച്ചേ? ഒന്നുമില്ല ദേവു. ഇല്ല, എന്തോ ഉണ്ട്, പറ. ടൂർ പോവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടിലത്തെ അവസ്ഥ ആലോചിച്ചാണ്ട് എങ്ങനെ പോവാന്ന് അറിയില്ല. നല്ല ആഗ്രഹമുണ്ട് പോവാൻ. ഞാൻ പോരാ. സോയ, നിന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇവിടെ സ്കൂളിൽ ജാക്സൺ പറഞ്ഞ ഒരാൾ എനിക്കറിയാം, തന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരും. അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് തരാം. സത്യം. വാ ജാക്സൺ. എടോ, ഇവൾക്ക് ഇത്തിരി പൈസയുടെ പ്രശ്നമുണ്ട്, ഒന്ന് പരിഹരിച്ചു കൊടുക്കൂ. In the last class we discussed about the profit maximization of perfect combination. സാർ, ടോയ്ലറ്റ് പോട്ടെ. സോയ, എടോ, താൻ ടൂറൊക്കെ പോയതല്ലേ, ഹാപ്പി ആയില്ലേ? ഇതൊക്കെ നിർത്തിക്കൂടെ? നീ ഒന്ന് പോടെ, എനിക്ക് പൈസക്ക് ഇനി ആവശ്യങ്ങളുണ്ട്. ജാക്സൺ, ജാക്സൺ, എനിക്ക് കുറച്ച് പൈസന്റെ ആവശ്യമുണ്ട്. ഞാൻ ആർക്കാ കൊടുക്കണ്ടേ? പൈസ ഒക്കെ തരാ. നീ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ലല്ലോ, നീ ഇത് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ ഉപയോഗിക്കില്ല, ഞാനത് ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ചതാണ്. നമ്മൾ ഡീൽസ് ഇതോടെ നിർത്താം. അത് ശരി, ഞാനതൊരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കാം. 10 മിനിറ്റ് നമ്മളൊന്ന് കഴിച്ചു വന്നാൽ മതി. ഗ്ലൂക്കോസ് പൊടി അല്ലേ? ഇതാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തത്. വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാകുന്ന മയക്കുമരുന്ന് ദുരുപയോഗം, അനധികൃത മരുന്ന് വ്യാപാരം എന്നിവയ്ക്കെതിരെ അവബോധമുണ്ടാക്കുന്നതിന് നമ്മുടെ സ്കൂളിൽ രൂപീകരിച്ച സ്ക്വാഡിൽപ്പെട്ടവരാണ് ഞങ്ങൾ എല്ലാവരും. ഇത്തരം പ്രവണതയുള്ള കുട്ടികളെ കണ്ടെത്തി അതിന്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിൽ PTA പ്രസിഡന്റ്, അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, പോലീസ് ഓഫീസർ, ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, മറ്റു സന്നദ്ധ സംഘടനയിലെ കുട്ടികൾ, രക്ഷിതാക്കൾ എല്ലാവരും പ്രതിനിധികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതെ, ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ്. മോളൊന്ന് ആലോചിച്ച് നോക്കൂ, കുട്ടി ചെയ്തത് എത്ര ഭീകരമാണെന്ന്. മയക്കുമരുന്നിൻ്റെ ചതിയിൽ കൂട്ടുകാരെ വീഴ്ത്തി അവസാനം സ്വയം അതിലേക്ക് വഴുതിപ്പോകുന്നു. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ എത്ര സമൂഹത്തെയാണ് ഇതിലൂടെ
നശിപ്പിക്കുന്നത് എന്നറിയാമോ? ഏതായാലും ഇങ്ങനെ ഒരു സ്ക്വാഡ് ഉണ്ടാവുകൊണ്ട്, നമ്മുടെ സ്കൂൾ ഉണ്ടാവുകൊണ്ട് മോള് രക്ഷപ്പെട്ടു. അതെ, ഇതെല്ലാം പുറമേ നിന്ന് നോക്കുമ്പോൾ താഴ്വാരം പോലെ അതിമനോഹരമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത്. മോളെ, ഇനി ഈ സ്കൂളിൻ്റെ ആൻറ്റി നാർക്കോട്ടിക് സ്ക്വാഡിൻ്റെ ഭാഗമായി മാറി നീ. ഞാൻ അന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്.